ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും. ഇന്ന് പുതിയ ഒരു പായസമാണ് നമ്മുടെ താരം എന്ന് പറയുന്നത്. കുറേ നാളുകൊണ്ട് അമ്മച്ചി എടുത്ത് പറയുന്നത് എനിക്ക് പായസം കുടിക്കാൻ തോന്നുമെന്ന്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പായസമായ കടലപ്പായസമാണ് അമ്മച്ചി ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങനെ പപ്പടമായിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴച്ചങ്ങ് കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പായസം വെക്കാനായിട്ട് കടലപ്പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വേവിക്കാനായിട്ട് ഇടുക. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെന്ത് കിളിഞ്ഞ് പോകരുത്. പക്ഷേ ഇത് കുറച്ച് വെന്തില്ലേ. അപ്പോൾ ഇതാണ് വെച്ച് കറക്റ്റ് പരുവം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക, പിന്നെ നമ്മുടെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും, അത്ര കളർ ആവേണ്ട, അതിന് മുമ്പേ നമ്മുടെ ക്യാഷ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് നമ്മുടെ കിസ്മിസ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഇത് രണ്ട് പെട്ടെന്നൊന്നും ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ല, പക്ഷേ നമ്മൾ ഈ ഒരു കിസ്മിസ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ എല്ലാം റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി ഒരു വലിയ ഉരുളി എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ശർക്കര പാനിയില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഇളക്കി സെറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ കടലപ്പരിപ്പ് നമ്മൾ വേവിച്ചതാണ്, അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നിങ്ങൾക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ശർക്കര പാനി കുറച്ചും കൂടെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഇളക്കി സെറ്റാക്കുമ്പോൾ ഈ ഒരു കളറിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചവ്വരിയാണ് ചേർക്കുന്നത്. വേവിച്ച് വെച്ച ചവ്വരിയും ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി ഇത് നല്ല രീതിക്ക് കുറുകി വരണം കേട്ടോ. നല്ല കുറുകി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതിപ്പോൾ ഒരു രണ്ടാം പാലാണോ രണ്ടാം പാലാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി തിളച്ച് വരുമ്പോഴത്തേക്കും, അപ്പോൾ ഇതിലേക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടറും കൂടെ ചേർത്ത് നമ്മുടെ അടിപൊളി കടലപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.